ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ മണ്ഡല പൂജയ്ക്ക് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച രഥത്തിൽ ഘോഷയാത്രയായിട്ടാണ് തങ്ക അങ്കി കൊണ്ടുപോവുക. വിവിധ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് 26-ാം തീയതി സന്നിധാനത്തേക്ക് എത്തും. ശ്രീരാജ് വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് എപ്പോഴാകും തുടക്കമാവുക? നല്ല തിരക്കാണെന്നറിയാം. ശ്രീരാജിന്റെ ഫ്രെയിം കാണുമ്പോഴും നേരത്തെ സംസാരിക്കുമ്പോഴും ഒക്കെ അവിടെ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? എന്താണ് നിലവിലെ ഈ വിശേഷങ്ങൾ അവിടെ നിന്നുള്ളത് ശ്രീരാജ്? സേതു, അല്പസമയം മുൻപ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. രാവിലെ 5 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാനുള്ള ദർശന സൗകര്യം ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഏകദേശം 7 മണിയോടുകൂടി തന്നെ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിച്ചു. അത് വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് 26-ാം തീയതി വൈകിട്ട് പമ്പയിലെത്തും. തുടർന്ന് പമ്പയിൽ വിശ്രമിക്കുകയും 3 മണിയോടുകൂടി തന്നെ പമ്പയിൽ നിന്നും ആരംഭിച്ച് ആചാരാനുഷ്ഠാനങ്ങളോടെ സ്വീകരിച്ച് സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്യും. 26-ാം തീയതി സന്ധ്യയോടെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ദർശിക്കുക എന്നത്. തൊട്ടടുത്ത ദിവസം 27-ാം തീയതി രാവിലെ 11:10-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കുക. അതിനായിട്ടാണ് ഇപ്പോൾ തിരുവാറന്മുള ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിലൂടെയും വിവിധ സ്ഥലങ്ങളിലൂടെയും കടന്നാകും ശബരിമലയിലേക്ക് എത്തുക. ഇന്ന് വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരിക്കും ഇന്നത്തെ ഘോഷയാത്ര അവസാനിക്കുക. തുടർന്ന് അവിടെ വിശ്രമിച്ച ശേഷം തൊട്ടടുത്ത ദിവസം നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര തുടർന്ന് മുന്നോട്ട് പോകും. അങ്ങനെ 4 ദിവസം കൊണ്ടാണ് 26-ാം തീയതി വൈകിട്ടോടെ പമ്പയിലേക്ക് എത്തിച്ചേരുക. ഇന്ന് ആരംഭിച്ച ഘോഷയാത്ര 4 ദിവസം കൊണ്ട് പമ്പയിലേക്ക് എത്തിച്ചേരും. ആ 4 ദിവസങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഈ തങ്കയങ്കി എത്തിക്കും. വഴിയിലാകെ പല പോയിന്റുകളിലായി ഭക്തജനങ്ങൾക്ക് ഈ തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമല ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ 5 മണി മുതൽ തന്നെ 5 മണി മുതൽ 7 മണി വരെ ആറന്മുള ക്ഷേത്രത്തിൽ ഈ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഘോഷയാത്രക്കായി തങ്കയങ്കി ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ ഹേമന്ത് പുറത്തെടുത്ത് ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്രീലേഖയ്ക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കമുണ്ടായിരുന്നത്. പോലീസ് സംഘമടക്കം വലിയ സുരക്ഷ ഈ തങ്കയങ്കി ഘോഷയാത്രക്കായി നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപ് മാത്രമാണ് ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത്. വിവിധ ക്ഷേത്രങ്ങളിലെയും ഇടത്താവളങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 26-ാം തീയതിയോടുകൂടി ഈ സന്നിധാനത്ത് പമ്പയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് പമ്പയിൽ വിശ്രമിക്കുകയും വൈകിട്ട് 3 മണിയോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഈ ഘോഷയാത്ര ആചാരാനുഷ്ഠാനങ്ങളെ സ്വീകരിച്ച് സന്നിധാനത്ത് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ 26-ാം തീയതി വൈകിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. അത് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര കാണുക എന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചു. ഘോഷയാത്ര മുന്നോട്ട് പോവാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.